ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയുടെ ഡയറക്ടറാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. വലിയൊരു വിശേഷം വരാൻ പോവാണ്. സിനിമ വലിയ സന്തോഷം ഉള്ള വിശേഷമാണ്. ഓണക്കാലത്ത് പ്രതിഭ ട്യൂട്ടോറിയൽസ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഒരു ഫൺ കോമഡി മൂവി, അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയിലോട്ട് എത്തുന്നത്? ഞാൻ ആദ്യം ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ വന്നതാണ് പ്രദീപിൻ്റെയും ഭരതൻ്റെയും ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഒരു കഥ. സുധീഷേട്ടനും നിർമ്മലും ടൈറ്റിൽ റോൾ ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ കൺസെപ്റ്റാണ് പ്രതിഭ എന്ന് പറയുന്നത്. ഞാൻ ഒരു 40ഓളം അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ദൂരദർശന് വേണ്ടിയിട്ട് വളരെ മുമ്പാണ്, അതല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇപ്പോൾ സാധാരണ എന്നുള്ള സിനിമയുടെ കഥയും എഴുതിയത് ഡയറക്ഷൻ ചെയ്തതും. അപ്പോൾ ഈ ഒരു കഥ എഴുതുമ്പോൾ നമുക്ക് ഇതിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആ ഒരു മോഡ് പിടിച്ചിട്ടാണല്ലോ. തീർച്ചയായിട്ടും ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ ഓഡിയൻസ് പ്രത്യേകിച്ച് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. അപ്പൊ ആ കോമഡി എഴുതുമ്പോൾ സാർ എന്താണ് ചെയ്തത്? അത് വലിയൊരു ചാലഞ്ചാണല്ലോ കോമഡി എഴുതാന്ന് പറയുന്നത്. ഏകദേശം കഥാപാത്രങ്ങളും പിന്നെ നമുക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഏത് മീറ്ററിൽ കളിച്ചാൽ നമുക്ക് എൻജോയബിൾ ആയിരിക്കും. നോർമൽ വ്യൂവറിന് ഇപ്പൊ അൽതാഫ് സലീം വരുന്നു, അതും അല്ലെങ്കിൽ പിന്നെ ജോണി ആൻ്റണി വരുന്നു, അല്ലെങ്കിൽ ജാഫ്രിക്ക വരുന്നു, പാഷാണം ഷാജി വരുന്നു, അതേപോലെ സുധീഷ് ഏട്ടൻ വരുന്നു, നിർമ്മൽ വരുന്നു. ഇവരെല്ലാം തന്നെ നമ്മുടെ അഞ്ജന അപ്പുക്കുട്ടൻ, ഇവരെല്ലാം തന്നെ കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഉള്ളൊരു സാധനം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ഒരു ടൈലർ മെയ്ഡ് സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ഡയറക്ടർ ആയതുകൊണ്ട് ഇത്ര മണിക്കൂറിനുള്ളിൽ തീരുന്ന ഒരു സിനിമയാവണം എന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു കഥയാണ്. നമുക്കൊരു സ്മാർട്ടായിട്ടുള്ളൊരു ഫ്ലോയാണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കണ്ടാലും 50 വയസ്സുള്ള ഒരാൾ കണ്ടാലും കണക്റ്റഡ് ആവുന്ന, എന്നാൽ കോമഡി സിറ്റുവേഷനകത്തൂടെ പോകുന്ന ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു മൂവിയാണ് പ്രതിഭ ട്യൂട്ടോറിയൽസ്. അപ്പോൾ ഈ ലൈക്ക് ഇപ്പൊ കഥ എഴുതുമ്പോൾ തന്നെ ഇപ്പൊ സുധീഷ് ഏട്ടൻ ഈ ക്യാരക്ടർ, ജാഫ്രിക്കക്ക് ഈ ക്യാരക്ടർ അങ്ങനെ ആലോചിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ടൈറ്റിൽ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അത് സുധീഷ് ആയാൽ നന്നായിരിക്കും, പിന്നെ നിർമ്മലായാൽ നന്നായിരിക്കും, അപ്പോൾ സുധീഷ് ഏട്ടന് താടി വേണം, അല്ലെങ്കിൽ തലമുടി ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തന്നെയാണ് ഞാൻ അവരോട് ആദ്യം പോയിട്ട് പറയുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പം അവരൊക്കെ ഒരുപാട് സിനിമയിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും അവർ പറഞ്ഞു സ്ക്രിപ്റ്റ് വേണം, സ്ക്രിപ്റ്റ് നോക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു സംഭവം രസമാണ്, കൊള്ളാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുറേ കാലമായി ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് എന്നാൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്.